ശ്രീജിത്ത്, നമുക്കറിയാമായിരുന്നു പത്മകുമാറിലേക്ക് അന്വേഷണം പോയേ തീരുവെന്ന്. കാരണം 3 തട്ടിപ്പുകൾ നടന്നപ്പോഴും സ്വർണം ശബരിമല സന്നിധാനത്ത് നിന്ന് വെളിയിലേക്ക് കടത്തിയപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് 2017 നവംബർ 15 മുതൽ 2019 നവംബർ 15 വരെ ആ കസേരയിലിരുന്ന പത്മകുമാർ ആയിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ഇവിടം കൊണ്ട് തീരുന്ന ഒന്നാണോ ഇത്? നിലവിലെ SITയുടെ അന്വേഷണവും വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടുകളും ഹൈക്കോടതിയുടെ നിരവധി ഉത്തരവുകളും നോക്കുമ്പോൾ തീർച്ചയായിട്ടുമല്ല. അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന്, വിശ്വാസി സമൂഹത്തിന് ഒക്കെ ഒരു ബോധ്യമുണ്ടാകുന്ന തരത്തിൽ അന്വേഷണത്തിൽ അതിൻ്റെ മേൽനോട്ടം ഹൈക്കോടതിയാണ് നിർവഹിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസം ആൾക്കാരിൽ ഉണ്ടാക്കുന്നതിന് ഈ അറസ്റ്റ് കാരണമായിട്ടുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം ശുഭകരമായിട്ടുള്ള, ഏറ്റവും റീഅഷ്വറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പൊളിറ്റിക്കലി വളരെ ഇൻഫ്ലുവൻസ് ഉള്ള 2 ആൾക്കാരാണ്. വാസു ആണെങ്കിലും ശ്രീ പത്മകുമാർ ആണെങ്കിലും. വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയത്ത് കാണിച്ച തിരിമറി അന്ന് ഉണ്ടായിരുന്ന ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന്റെ കൂടി അറിവോടും സമ്മതത്തോടും കൂടിയാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശം SITയുടെ ഭാഗത്തുനിന്ന് നേരത്തെ തന്നെ വന്നിരുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞില്ല എങ്കിലും ശ്രീ പത്മകുമാർ ഉൾപ്പെട്ടിരുന്ന ഭരണസമിതിയെ മൊത്തത്തിൽ തന്നെ പ്രതിസ്ഥാനത്ത് നേരത്തെ ചേർത്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിധി പത്മകുമാറിന് ഉണ്ടാകും എന്നതും അദ്ദേഹത്തിന്റെ കൂട്ടാളികളായിട്ടുള്ള മറ്റുള്ള ആൾക്കാരും ഇതേ വഴി തന്നെ പിന്തുടരും എന്ന കാര്യത്തിലും നേരത്തെ തന്നെ റൈറ്റിംഗ് ഇസ് ഓൺ ദ വാൾ എന്നൊക്കെ പറയുന്നത് പോലെ നേരത്തെ തന്നെ ഇവരുടെ വിധി തീരുമാനമായതാണ്. അതിലേക്ക് തന്നെ ഉത്തരവ് വന്നപ്പോൾ മുതൽ, ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ മുതൽ, അതായത് 2019 ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതി 2025 സെപ്റ്റംബർ മുതൽ കഴിഞ്ഞ മാസം വരെ നിരവധി ഉത്തരവുകൾ നൽകിയിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവിൽ കൃത്യമായിട്ട് ഹൈക്കോടതി പറയുന്നുണ്ട് കട്ടിളപ്പാളികൾ എങ്ങനെയാണ് വെളിയിലേക്ക് കടത്തിക്കൊണ്ട് പോയത് എന്ന്. അതിൽ 2019 മാർച്ച് മാസത്തിൽ നടന്ന ആ വിചിത്രമായ കാര്യങ്ങൾ, അതിൽ ഒരു ഉത്തരവുണ്ടായിരുന്നുവല്ലോ വാസുവിൻ്റെ. വാസു വന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ആയിരുന്നു. അദ്ദേഹമാണ് 6/3/2019 ആ ഉത്തരവ് നൽകിയത്. അതായത് കട്ടിളപ്പാളികളുടെ ഗോൾഡ് പ്ലേറ്റ്സ് അത് കോപ്പർ പ്ലേറ്റുകളാണ് എന്നുള്ള പരാമർശമാണ് ആ കത്തിലുണ്ടായിരുന്നത്. അത് നേരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് വരുന്നു. അവിടുത്തെ ഭരണസമിതിയും ഒരു ഉത്തരവ് നൽകുന്നു, ഇവ സ്വർണം പൂശുന്നതിന് കൊടുത്തു വിടണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ന്. അവിടെയും കോപ്പർ പ്ലേറ്റ് എന്ന് മാത്രമായിരുന്നു പരാമർശം, സ്വർണം എന്നുള്ള കാര്യം ഒഴിവാക്കുകയായിരുന്നു. ഇതാണല്ലോ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അതുകൂടാതെ തന്നെ അതേ കാലയളവിൽ തന്നെയാണല്ലോ ശ്രീകോവിലിൻ്റെ മുഖ്യവാതിൽ മാറ്റിപ്പണിയുന്നതിന് വേണ്ടി കൊണ്ടുപോയത്. അപ്പോൾ നിലവിൽ ആ വാതിലിൽ ഉണ്ടായിരുന്ന 2.5 കിലോ സ്വർണം എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളാണ്. 1.5 കിലോ സ്വർണം എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പത്മകുമാറിനെതിരെ ഇപ്പോൾ ഈ കട്ടിളപ്പാളികൾ മാത്രമാണ് വന്നിട്ടുള്ളത്, ബാക്കി 2ഉം അവിടെ കിടക്കുന്നുണ്ടല്ലോ. നിശ്ചയമായിട്ടും. കാരണം ഇത് എല്ലാം കണക്റ്റഡ് ആണ്. കാരണം ഇതിനുള്ളിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഈ പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ആളാണെങ്കിലും അത് ഏത് സ്ഥാപനത്തിലാണ് ഇവഞ്ച്വലി അത് ചെന്നിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാലും ഇതെല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ് പിന്തുടരുന്നത്. അത് പത്മകുമാർ ഇരുന്നപ്പോൾ മാത്രമല്ല, പിന്നീട് വാസു ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ഏറ്റവും അവസാനം പ്രശാന്ത് അവിടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും എല്ലാം തന്നെ ഇതേ പാറ്റേൺ ആണ് അവിടെ അനുവർത്തിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് പത്മകുമാറിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത്, മഞ്ജുഷ ചോദിച്ച ചോദ്യത്തിന് ഡയറക്റ്റായിട്ട് മറുപടി പറഞ്ഞാൽ ഇത് അവസാനമല്ല, മറിച്ച് ഇത് അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നത് എന്ന് റീഅഷ്വർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ അതേ പാത പിന്തുടർന്ന് കോടതിയുടെ ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന പരാമർശം കൂടി നോക്കിക്കഴിഞ്ഞാൽ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. കാരണം പ്രശാന്ത് അനാവശ്യമായിട്ടുള്ള ഒരു തിടുക്കം ഈ മെയിൻ്റനൻസിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു റിക്വയർമെന്റ് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തിടുക്കവും ഇല്ലാതിരുന്നിട്ടും പെട്ടെന്ന് ഈ കഴിഞ്ഞ 2024 മണ്ഡല മകരവിളക്ക് സീസണിന് മുമ്പ് തന്നെ ഈ സ്വർണ്ണപ്പാളികളിലുള്ള അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിക്വയർമെന്റ് ഉണ്ടാക്കുകയും ആ റിക്വയർമെന്റിന് വേണ്ടിയിട്ട് മറ്റു ഉദ്യോഗസ്ഥരെ കൊണ്ട് അതിന്റെ ഫയൽ മൂവ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതും ഏറ്റവും അവസാനം അതിൽ സ്പെഷ്യൽ കമ്മീഷണറുടെയോ കോടതിയുടെയോ അനുമതി ഇല്ലാതെ ഒരു ചെറിയ വീഴ്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശാന്ത് ഇപ്പോഴും ന്യായീകരിക്കുന്ന ആ കാര്യം, ഈ സ്വർണ്ണപ്പാളികളെ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പോയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് എന്നും ഇല്ലാതിരുന്ന ഒരു അർജൻസി അവിടെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു എന്നും തന്നെയല്ല 2019 അന്ന് ഉണ്ടായിരുന്ന തങ്കം അത് കോപ്പറാക്കി മാറ്റിയ ഒരു വിചിത്രമായ കാര്യങ്ങൾ സംഭവിച്ചു കൃത്യമായ ആസൂത്രണത്തിലൂടെ. 2024-25 കാലഘട്ടത്തിലാകട്ടെ അന്ന് 2019 അവിടെ കോപ്പറിൽ തുടങ്ങി പിന്നെ സ്വർണം പൂശുന്നത് വരെ എത്തി. അത് സാധൂകരിക്കുന്നതിനും അത് നോർമലൈസ് ചെയ്യുന്നതിനും വേണ്ടി സ്വർണം പൂശിയവ വീണ്ടും മിനുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം പ്രശാന്തിന് ഇതിലുള്ള പങ്കാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. ഇപ്പോൾ പത്മകുമാർ നേരിട്ട് പോറ്റിയുമായി ഗൂഢാലോചന നടത്തിയ കാര്യമാണ്
ഇവർക്ക് കിട്ടിയിരിക്കുന്നത്, പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ശ്രീ രാഹുൽ ഈശ്വർ, പ്രശാന്തും പോറ്റിയുമായുള്ള ബന്ധവും പുറത്തു വരുമല്ലോ അല്ലേ? അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തിന് പ്രശാന്ത് തിടുക്കപ്പെട്ട് 24-25 കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ ധൃതി കാണിച്ച് ഈ പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകുവാനായിട്ടുള്ള നിർദ്ദേശം നൽകിയെന്ന്. അപ്പോൾ പത്മകുമാർ ചെയ്ത അതേ കാര്യം, പത്മകുമാർ അവിടുത്തെ തങ്കം തട്ടിയെടുത്ത് അത് കോപ്പറാക്കി മാറ്റുകയാണോ എങ്കിൽ ഈ പൂശിയ സ്വർണത്തിന് തെളിമ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് 2019 കാര്യങ്ങൾ മറച്ചു വെക്കുവാൻ പ്രശാന്തും ശ്രമിച്ചു. അപ്പോൾ ശബരിമലയിൽ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ത്രിമൂർത്തികളിൽ 2 പേരേ അകത്തായിട്ടുള്ളൂ. 2025 ഈ പാളികൾ കൊടുത്തുവിട്ടത് 2019 കള്ളം മറയ്ക്കാൻ വേണ്ടിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഒബ്സർവേഷൻ തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും കോടതി പറഞ്ഞു കഴിഞ്ഞ് വേണം നമുക്ക് അതറിയാൻ. ഏറ്റവും വേദനാജനകരമാണ്. കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2 പ്രസിഡന്റുമാർ, രണ്ടുപേരും വേറെ വേറെ പദവിയിലിരുന്ന സംഭവത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും 2 പ്രസിഡന്റുമാരും CPM-ന്റെ 2 മുതിർന്ന ആൾക്കാരുമാണ്, അല്ലെങ്കിൽ CPM-നോട് ബന്ധപ്പെട്ട 2 മുതിർന്ന നേതാക്കളുമാണ് അറസ്റ്റിലായത്. വളരെ വിഷമമുണ്ട് പത്മകുമാർ സാറിന്റെ അറസ്റ്റിൽ. പക്ഷേ അയ്യപ്പന്റെ സ്വർണം കട്ട വിഷയത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ആ അർത്ഥത്തിൽ അദ്ദേഹം ഈ പ്രായത്തിൽ വളരെ മുതിർന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഈ പ്രായത്തിലെങ്കിലും അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവ് ഉണ്ടാകണം, സമസ്താപരാധം പറയണം. അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. എന്തായാലും ഞങ്ങളടക്കം ഒരുപാട് പേർ ആദ്യം മുതലേ വളരെ വ്യക്തിപരമായി അദ്ദേഹത്തെ ഇഷ്ടപ്പെടുമ്പോഴും അല്ലെങ്കിൽ പരിചയമുള്ളപ്പോഴും തന്നെ ഈ രീതിയിലൊരു നിലപാടും എടുക്കേണ്ടി വരുന്നത് ഒരു സ്വാഭാവിക നീതിയാണ്. കാര്യം നാച്ചുറലാണ്, അതിനെ തടയാൻ കഴിയില്ല. നമുക്കെല്ലാം അറിയാമായിരുന്നു ഇദ്ദേഹത്തിലേക്ക് അന്വേഷണം വരണമെന്ന്. 39 ദിവസത്തോളം ആ സ്വർണം എവിടെ പോയി, ചെന്നൈയിൽ എത്തിയോ എന്ന് അന്വേഷിക്കാതിരിക്കുന്ന, സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്ന ജാലവിദ്യയുള്ള ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇറ്റ് മാറ്റർ ഓഫ് വെൻ എന്ന് മാത്രമാണ് നമുക്കെല്ലാം അറിയുന്നത്. അതായത് എന്തെങ്കിലും ഈ അറസ്റ്റ് ഉണ്ടാവും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സ്വർണ്ണ വാതിലുണ്ടല്ലോ, അത് സ്വർണം പൂശി 2019 തിരിച്ചു കൊണ്ടുവരുമ്പോൾ, പുതിയ വാതിൽ പണിത് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഒരാഴ്ചയിലേറെ എടുത്തു. 3-ാം തീയതി ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് 11-ാം തീയതിയാണ് സന്നിധാനത്ത് എത്തിച്ചത്. അതിന് ഇടയ്ക്ക് പലയിടത്തും ഇത് പൂജയ്ക്ക് വെച്ചു, ചില വീടുകളിൽ, ജയറാമിൻ്റെ വീട്ടിൽ ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഒരു പൂജയിൽ ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പങ്കെടുത്തുവെന്ന് ഹൈക്കോടതിയുടെ കഴിഞ്ഞ ഉത്തരവിലെ ആ പരാമർശം കണ്ടപ്പോഴേ തോന്നി പത്മകുമാറിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന്. അപ്പോൾ പത്മകുമാറിന് അറിയായിരുന്നു ഇത് ആനയിച്ചുകൊണ്ട് ചെന്നൈയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് എന്ന്. അപ്പോൾ ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, യഥാർത്ഥ വാതിൽ എവിടെ, ആരുടെ അടുത്ത് ആ വാതിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരു വാതിൽ അനാഥമായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, അതിപ്പോൾ എടുത്ത് സ്ട്രോങ് റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാതായിരിക്കുന്നത് 2.5 കിലോ തങ്കമാണ്. ആ 2.5 കിലോ വാതിലുള്ള 2.5 കിലോ, പിന്നെ ദ്വാരപാല ശില്പങ്ങളിലുള്ള 1.5, ബാക്കി എത്രമാത്രം നഷ്ടമായി നമുക്ക് അറിയില്ല. അപ്പോൾ ശബരിമലയുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു കൊള്ള ഈ രീതിയിൽ നടന്നിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രത്തിൽ പോലും നടന്നിട്ടുണ്ടെന്ന്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലാകുന്നത്. ഇനി കൂടുതൽ അന്വേഷണം വരണം, കൂടുതൽ സത്യങ്ങൾ പുറത്തു വരണം. ഈ കാര്യത്തിൽ ഒരു കാരണവശാലും രാഷ്ട്രീയപരമായോ മറ്റു പരിഗണന കാണരുത്.